ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗായ്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹോം നോമി ബട്ടർ ആണ്. നമ്മൾ ഹോം നോമി ബട്ടറിൽ പങ്കെടുക്കുന്നത് എൻ്റെ ഉമ്മച്ചി ഇപ്പച്ചിയാണ്. അപ്പോൾ ഞാൻ ഇതിൽ 15 ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് അറിയുള്ള ഉപ്പച്ചിക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇമ്മച്ചിക്ക് കുറച്ച് കൂടുതൽ അറിയാം എന്ന് തോന്നുന്നു. ആൻസർ ചെയ്ത ആരാണ് കൂടുതൽ കറക്റ്റ് ആൻസർ ചെയ്തതെന്ന് നോക്കാം. അപ്പൊ ഇതിലേക്കാ കൂടുതൽ മാർക്ക് കിട്ടുമെന്ന് നോക്കാം. നമുക്ക് തുടങ്ങാം. അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. എൻ്റെ ഫേവറേറ്റ് കളർ, അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാ? എഴുതിക്കാം. എന്റെ ഫേവറേറ്റ് കളറ് വയലറ്റ്. ആരാ? എന്റെ തെറ്റ്, ഞാൻ റെഡ് എന്നാണ് എഴുതിയത്. അപ്പൊ ഇപ്പച്ചിക്ക് ഒരു മാർക്ക് കിട്ടി, ഇമ്മച്ചിക്ക് 0. ഞാൻ വിചാരിച്ചത് ഇമ്മച്ചിക്ക് വയലറ്റ് കിട്ടും, ഇപ്പച്ചി വേറെ ഏതെങ്കിലും കളർ എഴുതുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് നേരെ തിരിച്ചായിരുന്നു. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. എന്റെ ഫേവറേറ്റ് ടോയ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടോയ് ഏതായിരിക്കാം? എനിക്കെന്തറിയില്ല. എഴുതിയോ? എനിക്ക് ഇഷ്ടപ്പെട്ട ടോയ് ഡോറ ബൂജി. ഞാൻ ഡോറ ടെഡിന്ന് എഴുതിയിരുന്നത്. ബൊമ്മന്നല്ല, ബൊമ്മന്റെ പേര് എഴുതത്. ഇമ്മച്ചിക്ക് ഇതിലൊരു മാർക്ക് കിട്ടി, ഇപ്പച്ചിക്ക് എന്താണ് ഒരു മാർക്ക് ഇല്ലല്ലോ. അപ്പൊ 3. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. എനിക്ക് പോവാൻ ഇഷ്ടപ്പെട്ട സ്ഥലം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, എനിക്ക് എപ്പോഴും ഞാൻ പോണം പറയും ആ സ്ഥലത്തേക്ക്. എനിക്ക് പോവാൻ ഇഷ്ടപ്പെട്ട സ്ഥലം, അതായത് ഞാൻ എപ്പോഴും പറയും ആ സ്ഥലത്തേക്ക് പോകണം. എഴുതിക്കോ. എഴുതിയോ? എനിക്ക് ആലങ്കാട്. പാർക്കല്ല. അപ്പൊ ഉമ്മച്ചിക്ക് ഒരു മാർക്കും കൂടെ കിട്ടി. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്റെ ഫേവറേറ്റ് ഫുഡ്, അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എഴുതിക്കാം. അത് കുറച്ച് അറിയാം, ഉമ്മച്ചിക്കാണോ ഉപ്പച്ചിക്കാണോ എന്നൊക്കെ ഡൗട്ട്. KFC. പൊറോട്ട ചില്ലി. നീ എപ്പോഴും പൊറോട്ട ചില്ലി. അല്ല, സോറി. അപ്പൊ ഞാൻ രണ്ടാളുടെ അപ്പൊ ഇതിൽ രണ്ടാൾക്കും 0 മാർക്കാണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എഴുതിക്കാം. ഈ 3rd ക്വസ്റ്റ്യനില് അല്ല 4th ക്വസ്റ്റ്യനില് എനിക്ക് രണ്ടാളും ഒരേത് എഴുതുന്നാണ് വിചാരിച്ചത്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞത് ഞാൻ പറയട്ടെ. തസ്ലീമ. അപ്പൊ രണ്ടാൾക്കും മാർക്ക് ഉണ്ട്. മാർക്ക് ഉണ്ട്. പക്ഷെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ രണ്ടാൾക്കും മാർക്കില്ല. അപ്പൊ ഇതില് രണ്ടുപേരും ഒരേ ആൻസർ ആണ് എഴുതിയത്. അപ്പൊ രണ്ടാളും ജയിച്ചു. അപ്പൊ ഞാൻ ജയിച്ച പേര്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ. എഴുതിക്കാം. അപ്പൊ കാത്തു എഴുതിയത് ഡോറ. ഞാനും ഡോറാന്ന് എഴുതിയത്. അപ്പൊ അത് തെറ്റാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി എഴുതിക്കോ. എഴുതിയോ? എനിക്ക് കളിക്കാൻ പ്ലേ
ഡ്രോയിങ്. ചിത്രം വരയ്ക്കുക. നീ എപ്പോഴും ചിത്രം വരയ്ക്കല്ലേ ചെയ്യാറ്? അയ്യോ, ഉം. അപ്പൊ 2 0 മാർക്കാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഗെയിം എന്താണെന്ന് ഇരിക്കും. എഴുതിയോ? 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 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം മേക്കപ്പ്. ഞാൻ മേക്കപ്പ് എഴുതിയത്. അതെന്താ എഴുതിയത്? ഫുട്ബോൾ എനിക്ക് കളിക്കാൻ കൂടി അറിയില്ല. അപ്പൊ ഇമ്മച്ചിന്റെ ശരിയാണ്. അപ്പൊ ഇമ്മച്ചിക്ക് 1 മാർക്ക് കിട്ടി. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെട്ട വണ്ടി ഏതാണ്? വെച്ചിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഓട്ടോറിക്ഷ. ഞാൻ ഓട്ടോ. ശരിയാണ്, രണ്ടാളും ശരി. 2 ആൾക്ക് ശരിയാണ്. 2 ആൾ എഴുതിയത് ശരിയാണ്. 2 ആൾക്ക് ഓരോരോ മാർക്ക് കിട്ടി. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, എനിക്ക് കഴിക്കാൻ ഇഷ്ടപ്പെട്ട ബേക്കറി ഐറ്റം ഏതാ? അയ്യോ, ഇല്ല. എഴുതിയോ? എനിക്ക് കഴിക്കാൻ ഇഷ്ടപ്പെട്ട ബേക്കറി എന്താണ്? മിഠായി. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബേക്കറി മിഠായിയാണ്. മിഠായി എഴുതിയിട്ടുണ്ടോ? ഞാന് ബിസ്ക്കറ്റ്. 2 ആളുടെയും തെറ്റാണ്. അപ്പൊ 2 ആളുടെയും തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എനിക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്. എനിക്കിഷ്ടപ്പെട്ട ചോക്ലേറ്റ് ആയിരിക്കും. എഴുതിയോ? എനിക്കിഷ്ടപ്പെട്ട ചോക്ലേറ്റ് എന്താണ്? മാമ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നപ്പോ എനിക്ക് കഴിച്ചപ്പോ ഇഷ്ടപ്പെട്ടതാണ് ചോക്ലേറ്റ് കുനാഫ. ഞാൻ ഡയറി മിൽക്ക് എഴുതിയത്. ഏതാ? 2 ആളുടെയും തെറ്റാണ്. എനിക്കിഷ്ടപ്പെട്ട ഫാൻസി ഐറ്റംസ്. എഴുത്. 2 ആളെ എഴുതിയോ? അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടത് സ്ലൈഡ്. കമ്മൽ. തെറ്റ്. 2 ആളുടെയും തെറ്റാണ്. 2 തെറ്റ്. എനിക്ക് പഠിക്കാൻ ഇഷ്ടപ്പെട്ട വിഷയം ഏതാണ് സ്കൂളില്? എഴുതിയോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഇംഗ്ലീഷ്. മലയാളം. ഞാൻ മാത്സ് എഴുതിയത്. മാത്സിക്ക് തീരെ ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റാണ്. കൊച്ചല്ലേ മലയാളം എഴുതിയത്? പഠിക്കാൻ ഇഷ്ടപ്പെട്ട വിഷയം മദ്രസയില്? എഴുതിയോ? ഖുർആൻ. 2 പേരുടെയും ശരിയാണ്. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഐസ്ക്രീം ഏതാ? എഴുതിയോ? വാനില. ശരി. അപ്പൊ ഇതിൽ ആരാ ജയിച്ചെന്ന് നോക്കാം. ഇതില് ഇമ്മച്ചിയാണ് ജയിച്ചത്. ഇമ്മച്ചിക്ക് 8 മാർക്ക് ഉണ്ട്. അപ്പൊ ഇപ്പച്ചിക്ക് ഇതില് 5 മാർക്കേ ഉള്ളൂ. അപ്പൊ നമുക്ക് മാർക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതേപോലത്തെ രസകരമായ വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.